ഇന്നലത്തെ ഡൽഹി ഹൈക്കോടതിയിൽ SFIO ആയി ബന്ധപ്പെട്ട അന്വേഷണം ചലഞ്ച് ചെയ്തുകൊണ്ട് CMRL നൽകിയിരുന്ന കേസിലെ ഹിയറിംഗിന്റെ സമയത്ത് SFIO അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാണെന്ന് പറഞ്ഞ് നടത്തിയ പരാമർശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ചത്. ആദ്യമായി ആമുഖമായി എനിക്ക് പറയാനുള്ളത്, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്തത് ഞങ്ങൾ ഉന്നയിച്ചതുമായി കാര്യങ്ങളെ അടിവരയിടുന്ന 100% ഞങ്ങൾ പറഞ്ഞ കേവലം ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ അല്ല, അതിന്റെ ഫാക്ച്വൽ ബേസ് അത് ആധികാരികമായ തെളിവുകളാണ് എന്ന് കോടതി മുമ്പാകെ വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം ആദ്യം ഈ മാസപ്പടി വിഷയം നിയമസഭയിലും പൊതുസമൂഹത്തിനു മുമ്പിലും ഉന്നയിച്ചപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് പിണറായി വിജയന്റെ മകളുടെ കമ്പനിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. ഇത് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് എന്നും ഇതിൽ അനധികൃതമായി ഒന്നുമില്ല എന്നും ഇത് അനാവശ്യമായ വേട്ടയാടലാണ് എന്നും പറഞ്ഞ് വീണ വിജയന്റെ കമ്പനിക്കും പിണറായിയുടെ കുടുംബത്തിനും പരിചയ തീർക്കാൻ ശ്രമിച്ചത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റായിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് അതീവ ഗൗരവമുള്ള കാര്യങ്ങൾ കോടതി മുമ്പാകെ വന്ന പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച് ഇപ്പോഴും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായം ഇത് തന്നെയാണോ എന്നറിയാൻ താല്പര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്നലത്തെ SFIOയുടെ അഭിഭാഷകന്റെ സബ്മിഷനിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു സേവനവും നൽകാതെ എക്സാലോജിക് എന്ന് പറയുന്ന കടലാസ് കമ്പനിക്ക് CMRL പണം നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണ് എന്ന് പറയുണ്ടായി. ഇതിനു മുമ്പ് ഇന്ററിം സെറ്റിൽമെന്റ് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ PV എന്ന പരാമർശവും PV എന്നാൽ പിണറായി വിജയനാണ് എന്നും പറഞ്ഞ് ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ചപ്പോൾ ഒരു വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നു നിന്ന് യാതൊരു ഉളുപ്പും മാനവും ഇല്ലാതെ നാഴികയ്ക്ക് 40 വട്ടം, ഇപ്പൊ അദ്ദേഹം അധികം പറയുന്നില്ല, ഈ കൈകൾ ശുദ്ധമാണ് എന്ന് കൈമലർത്തി പറയുന്ന പിണറായി വിജയൻ പറഞ്ഞു, PV ആരൊക്കെ ആകാം, ആ PV ഞാനല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. ഞാൻ അതിന് മറുപടിയായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ പരാമർശിച്ചിരിക്കുന്ന PV പിണറായി വിജയനല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മറുപടി പറയാനോ പിന്നീട് അതിനെ റെസ്പോണ്ട് ചെയ്യാനോ പിണറായി വിജയനോ CPMO തയ്യാറായിട്ടില്ല. അവരത് അവിടെ വിട്ടു. ഇപ്പോ ഡൽഹി ഹൈക്കോടതിയിൽ SFIOയുടെ അഭിഭാഷകൻ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനിക്ക് കോടാനുകോടി രൂപ നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതാരാണ് എന്ന് പറയാനുള്ള ബാധ്യത, കാരണം കേരളത്തിലാണ് പേയ്മെന്റ് നടന്നത്, കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്, അത് പറയാനുള്ള ബാധ്യത പിണറായി വിജയനോ അല്ലെങ്കിൽ CPMനോ ഉണ്ട്. വീണ വിജയൻ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം അവർ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ അവര് വാ തുറന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡില് CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ വീണ വിജയൻ വാങ്ങിയത് കൂടാതെ പിണറായി വിജയനും വാങ്ങിയെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം അടിവരയിടുന്ന സ്റ്റേറ്റ്മെന്റാണ് SFIOയുടെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ അഴിമതിക്കാരനും കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ കൈക്കൂലി വാങ്ങിയ വ്യക്തിയുമാണ് എന്ന് ഇതിനേക്കാളും ആധികാരികമായി ഇനി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ ആയിരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇതിന്റെ അകത്ത് പ്രത്യേകിച്ചുണ്ട്. ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തില് ഞാൻ പറയും, കേരളത്തിലെ ആളുകളെ സംബന്ധിച്ച് ഇന്ന് ഈ കഴിഞ്ഞ കുറെ കാലമായി 8 വർഷത്തെ
പിണറായി വിജയന്റെ ഭരണത്തിൽ ഉടലെടുത്ത അഴിമതികൾ, നിരവധിയായ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനെതിരെ അന്വേഷണം നടത്തേണ്ട അന്വേഷണ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി, ആ പരാതി നൽകിയതിനു ശേഷം അതിന്റെ പേരിൽ നടപടികൾ ആരംഭിച്ചു എന്ന് പറയുകയും ആ നടപടികൾ മുന്നോട്ട് പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഇതുവരെ കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ പോലെ എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇപ്പോ കേരളത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള അന്വേഷണത്തിന്റെ കാര്യങ്ങളുടെ കാര്യം എനിക്ക് തോന്നുന്നത് കേരളം ഈ ടോം ആൻഡ് ജെറി കാർട്ടൂൺ കാണുന്ന അവസ്ഥയിലാണുള്ളത്. ടോം ആൻഡ് ജെറി കാർട്ടൂണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതും പ്രേക്ഷകരെ കൊണ്ടുവരുന്നതും ഈ ടോം ജെറിയെ പിടിക്കും എന്ന അവസ്ഥ. അടുത്ത മൊമെന്റില് ടോം ജെറിയെ പിടിക്കാൻ പോവുകയാണ് എന്ന് തോന്നിപ്പിക്കുകയും എന്നിട്ട് ജെറിയെ വീണ്ടും റിലീസ് ചെയ്യുകയും ജെറിയെ രക്ഷപ്പെടാൻ അനുവദിക്കുകയും അങ്ങനെ ടോം വീണ്ടും മണ്ടനും പൊട്ടനുമായി വീണ്ടും ജെറിയുടെ പിന്നാലെ പോവുകയും പിന്നീട് വീണ്ടും ജെറിയെ കൊടുക്കാൻ വേണ്ടി അടുത്തു വന്ന് ജെറി ഇപ്പൊ പിടിക്കപ്പെടും എന്ന നിലയിലാകുമ്പോ വീണ്ടും ജെറിയെ രക്ഷപ്പെടുത്തുകയും ജെറി വീണ്ടും ആയുസ് നീട്ടി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ഏറ്റെടുത്തിരിക്കുന്ന റോൾ എന്ന് പറയുന്നത് ജോസഫ് ബാർബറയുടെയും അതുപോലെ വില്യം ഹന്നയുടെയും. അവരാണ് എന്റെ സംവിധായകർ എന്ന് പറയുന്നത്. ടോം ആൻഡ് ജെറിയുടെ സംവിധായകരവരാണ്. ഈ SFIO ആയി, ED ആയി, CBI ആയി ഈ അന്വേഷണ ഏജൻസികളെ വെച്ച് ഈ ജെറിപ്പൂച്ചയുടെ അവസ്ഥയിലാണ് പിണറായി വിജയൻ. ജെറിപ്പൂച്ചയുടെ അവസ്ഥയിൽ നിൽക്കുന്ന പിണറായി വിജയൻ എപ്പോ വേണമെങ്കിലും എനിക്ക് പിടിവീഴാമെന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലാണ്. നിലവില് SFIO BJPക്ക് വേണ്ടി ഒരു പാർലമെന്റ് സീറ്റ് കേരളത്തിൽ നേടിക്കഴിഞ്ഞു. അതാണ് ഇതുവരെയുള്ള ഈ ഗെയിമിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോ നമ്മൾ കണ്ടു അതിന്റെ അകത്ത് ഏറ്റവും ക്രൂഷ്യലായ റോള് വഹിച്ച ആൾക്ക് ഇന്നലെയാണ് DGP ആയി സ്ഥാനക്കയറ്റം കൊടുത്തത്. കാലങ്ങളായി കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നത് ഈ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും അഴിമതിയുടെ പേരിൽ CPM എന്ന പാർട്ടിയെ നരേന്ദ്രമോദി തൊടലിട്ട് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് അയച്ചാൽ അങ്ങോട്ട് പോകും. എന്തിനാണ് CPM എന്ന പാർട്ടി ഇതുപോലൊരു ഗതികേടിലെത്തി നിൽക്കുന്നത്? പിണറായി വിജയനെയും വിജയന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി CPM എന്ന പാർട്ടിയെ തൊടലിട്ട് പിടിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കൈകൾ. ഞാനത് പറയാൻ കാരണം ഞാൻ വെറുതെ പറയുന്നത്, ഇത് എന്റെ കയ്യിലുള്ളത് ജാനുവരി 31 അവര് SFIO അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇഷ്യൂ ചെയ്ത ഓർഡറാണ്. ആ ഓർഡറിൽ now therefore in the exercise of power conferred in so and so the following officers are designated as inspectors to carry out the investigation എന്ന് പറഞ്ഞ് അത് അപ്രൂവ് ചെയ്തതിനു ശേഷം അവസാനം ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഇൻവിജിലേറ്റിംഗ് ഓഫീസർ shall complete the investigation and submit their report within 8 months to the central government. 8 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട SFIO അന്വേഷണം എന്തുകൊണ്ടാണ് ഇതുവരെ പൂർത്തീകരിക്കപ്പെടാത്തത്? ഇതിപ്പോ 3 മാസം അധികമായിട്ടുണ്ട്. ഇതിന് ഈ ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്തോ ഇല്ലയോ എന്ന് ഇതുവരെ അറിയില്ല. വി നീഡ് ടു ചെക്ക്. ഔദ്യോഗികമായി എക്സ്റ്റെൻഡ് ചെയ്തെന്ന് തോന്നുന്നില്ല. 2 ഹൈക്കോടതികൾ SFIOക്കെതിരെ ഉള്ള അന്വേഷണത്തില് ഒരു ഹൈക്കോടതിയിൽ കൺവീനിയന്റ് ആയി KSIDC പോയി നോക്കി, മറ്റൊരു ഹൈക്കോടതിയിൽ വീണാ വിജയൻ പോയി നോക്കി. അവിടെയും കിട്ടാത്തപ്പോൾ 3ാമത്തെ ഹൈക്കോടതിയിൽ CMRL കൊണ്ട് കൊടുപ്പിച്ചു. 2 ഹൈക്കോടതികൾ തള്ളുകയും 3ാമത്തെ ഹൈക്കോടതി ഇന്റർവ്യൂ ചെയ്യാൻ മടിക്കുകയും ചെയ്ത കേസിൽ 8 മാസമായിട്ടും റിപ്പോർട്ട് കൊടുക്കാത്തത് ആർക്കു വേണ്ടിയാണ്? എന്തിനാണ് ഇവർ ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത്? ഇന്നലെ തന്നെ SFIOയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് SFIOയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എക്സാലോജിക്കിന് കൊടുത്ത പണം ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി കൊടുത്ത കോടികളാണ് എന്ന് പറഞ്ഞു. അത് കൂടാതെ CMRL പൊളിറ്റീഷ്യൻസിനടക്കം ഒരു 135 കോടിയല്ല 184 കോടി കൊടുത്തതായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ 1ാം പേരുകാരനാണ് ഞാൻ നേരത്തെ പറഞ്ഞ PV. ഞാൻ ചോദിക്കുന്നത്, അതിനുശേഷം ഇപ്പൊ പുതിയതായ ഒരു കാര്യം അവർ പറയുകയാണ്, ഇതിന്റെ അകത്ത് ടെററിസ്റ്റ് സിമ്പതൈസേഴ്സിന്, തീവ്രവാദ സംഘടനകളോട് അനുഭാവം പുലർത്തുന്ന ആളുകൾക്കോ വ്യക്തികൾക്കോ സംഘടനകൾക്കോ പണം കൊടുത്തതായി കാണുന്നുവെന്ന്. ഇത് വീണ്ടും വലിച്ചു നീട്ടി ടോം ആൻഡ് ജെറി കഥ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി
തൃശൂർ പാർലമെന്റ് സീറ്റ് അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷനിൽ ഒരു ഗോള് BJPക്ക് വേണ്ടി സ്കോർ ചെയ്ത SFI കൊണ്ട് മറ്റ് അജണ്ടകൾ വെച്ച് മുന്നോട്ട് പോവുകയാണെന്ന് ഞാൻ സംശയിക്കുന്നു. തീർച്ചയായിട്ടും മറ്റൊരു അന്വേഷണം ഏത് ഘട്ടത്തിലും സെൻട്രൽ ഗവൺമെന്റ് തുടങ്ങാമെന്നിരിക്കെ അന്വേഷണം പൂർത്തിയാക്കിയ എക്സാലോജിക്കിന്റെയും പിണറായി വിജയന്റെയും കാര്യത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ച നടപടികളിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ സത്യസന്ധമായി ആത്മാർത്ഥമായി ഈ കേസ് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുന്നതിന് എത്രയോ മുമ്പ് പിണറായി വിജയനും മകളും ജയിലിലാകുമായിരുന്നു. പിണറായി വിജയനും മകളും ജയിലിലാകാതെ സംരക്ഷിച്ചതും പിണറായി വിജയന്റെ രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുക്കുന്നതും നരേന്ദ്രമോദി എന്നൊരൊറ്റ നേതാവാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, പിണറായി ഈസ് കണ്ടിന്യൂയിങ് ഇൻ ദ ചെയർ അറ്റ് ദ മെഴ്സി ഓഫ് നരേന്ദ്രമോദി. എത്ര കാലം നരേന്ദ്രമോദിയുടെ ഔദാര്യമുണ്ടോ അത്ര കാലം മാത്രമേ പിണറായി വിജയൻ ആ കസേരയിൽ ഉണ്ടാവൂ. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം ജയിലിലാണ്. അത്രയേറെ പച്ചയായി ഉച്ചത്തിൽ സംസാരിക്കുന്ന തെളിവുകളുള്ള കേസാണ് മാസപ്പടി കേസ് എന്ന് പറയുന്നത്. പിണറായി വിജയന്റെയും മകളുടെയും സംരക്ഷണത്തിന് വേണ്ടി CPM എന്ന പാർട്ടിയെ തൊടലിട്ട് പിടിച്ചിരിക്കുന്ന BJP നരേന്ദ്രമോദിയാണ് നമ്മൾ കാണുന്നത്. ഇനിയും ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനിയും മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വാക്കു പറഞ്ഞതാണ്. ഞാൻ അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, എന്നാൽ കഴിയുന്നതുപോലെ ആത്മാർത്ഥമായി സത്യസന്ധമായി സുതാര്യമായി ഈ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാതെ കടുക് മണിയോളം വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ആ പോരാട്ടത്തിന് ഊർജം പകരുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശക്തി പകരുന്ന കാര്യങ്ങളാണ് ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത്. ബാക്കി നമുക്ക് പിന്നാലെ കാത്തിരുന്ന് കാണാം. താങ്ക് അല്ല, റിപ്പോർട്ട് ആദ്യം ഫയൽ ചെയ്ത് റിപ്പോർട്ടിലെ ഫൈൻഡിങ് കണ്ടാലല്ലേ എത്രമാത്രം സത്യസന്ധമായ റിപ്പോർട്ടാണെന്ന്, എത്രമാത്രം കാര്യങ്ങൾ അവർ ഡിസ്കവർ ചെയ്ത് അതോറിറ്റേറ്റീവായി ഫോർമലായി റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയിട്ടുണ്ടെന്നും പറയാൻ കഴിയും. അത് കണ്ടാൽ മാത്രമേ അതിനെ സംബന്ധിച്ച് ആധികാരികമായി. ഇന്നലെ പക്ഷേ ഭാഗികമായി അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നത്, റിപ്പോർട്ടിന് ഈ സെൻട്രൽ ഗവൺമെന്റ് സമർപ്പിച്ച് പ്രോസിക്യൂഷൻ അനുമതി കിട്ടിയാൽ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ നാച്ചുറലി നമുക്ക് ഇൻഫർ ചെയ്യാൻ കഴിയുന്നത് റിപ്പോർട്ടില് കോഗ്നിസിബിൾ ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടാകും എന്ന് തന്നെയാണ്. യെസ്, അല്ല, സംശയിച്ചിട്ടുണ്ടാകാം എന്നല്ല. എക്സാലോജിക്കിന് നൽകിയ പണം ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ് എന്നതാണ് അഭിഭാഷകൻ. അല്ലല്ല, സംശയമുണ്ടെന്നല്ല, എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നല്ല. ആ പണം നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ് എന്നതാണ് ഡൽഹി ഹൈക്കോടതിയിൽ SFIO അഭിഭാഷകന്റെ സ്റ്റേറ്റ്മെന്റ്. അതിനി നമ്മൾ ഡൈലൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, റിപ്പോർട്ട് ഫയൽ റിപ്പോർട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അല്ലല്ല, അങ്ങനെ ആകാമെന്നല്ല, അങ്ങനെയാണ് എന്ന് SFIയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞതിനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനോട് നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടത് അത് PV ഞാനല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ആ നിലപാട് ഇപ്പോഴും PVക്കുണ്ടോ? ആ നിലപാട് ഇപ്പോഴും CPMനുണ്ടോ എന്നാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. അവരാദ്യത്തോടെ ഒന്ന് പറയട്ടെ. ആ PV ഞാനല്ല എന്ന് ഒരിക്കൽ കൂടി പിണറായി വിജയന് പറയാൻ ധൈര്യമുണ്ടോ? ഒരിക്കൽ കൂടി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇങ്ങനെ എന്റെ കൈകൾ ശുദ്ധമാണ്, എനിക്ക് ഒളിക്കാനും മറക്കാനും ഒന്നുമില്ല എന്ന് പറയുന്ന പിണറായി വിജയന് ഒരിക്കൽ കൂടി വൺസ് അഗൈൻ ലെറ്റ് ഹിം കം ബിഫോർ കേരള സൊസൈറ്റി ആൻഡ് സേ ആ PV ഞാനല്ല എന്ന് പറയാനുള്ള ആർജവമുണ്ട്. ഞാൻ എന്റെ രാഷ്ട്രീയം അവസാനിക്കുന്ന അവിടെയാണ്. ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ അത് സ്വയം ഓർമ്മിപ്പിക്കാൻ കാരണം അദ്ദേഹം പറയുമെങ്കിൽ പറയട്ടെ നോക്കണ്ട. പക്ഷെ അത് പറയുന്നില്ലെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇറ്റ് ഈസ് നോട്ട് ഡിനൈങ് ഇറ്റ്. അപ്പൊ അത് പിണറായി വിജയനാണെന്നും ഈ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തതിന്റെ മുഖ്യ പങ്ക് PVക്കാണ് കൊടുത്തതെന്നും പറയുന്നത് അംഗീകരിക്കുന്നു എന്നുള്ളതല്ലേ. ഇനി പിണറായി വിജയൻ പറയുന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് CPMന് പറയാൻ ധൈര്യമുണ്ടോ? CPM പറയാൻ ഞങ്ങളുടെ നേതാവ് പിണറായി വിജയൻ PV അദ്ദേഹത്തിന്റെ പേരല്ല അതിൽ പരാമർശിച്ചിട്ടുള്ളത് എന്ന് പറയാനുള്ള ധൈര്യം CPMനുണ്ടോ? CPM സംസ്ഥാന സെക്രട്ടറിക്കുണ്ടോ? ഏതെങ്കിലും നേതാക്കന്മാർക്കുണ്ടോ? മൗനം. വൈ?
എന്തുകൊണ്ടാണ് ഈ മൗനം? ഉണ്ട്. അവരാരും രമേശ് ചെന്നിത്തല ഞാനല്ലാന്ന് പറഞ്ഞില്ലല്ലോ, ഉമ്മൻചാണ്ടി ഞാനല്ലാന്ന് പറഞ്ഞില്ലല്ലോ. ഹി അലോൺ സെഡ് PV ആരൊക്കെ ആളാണ്, അതൊന്നുകൂടി പറയാൻ ധൈര്യമുണ്ടെന്ന് ചോദിക്കണേ. അതായത് കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് എന്റെ കൈകൾ ശുദ്ധമാണ്, എന്റെ പൊതുജീവിതം തുറന്ന പുസ്തകമാണെന്നൊക്കെ പറയുന്ന PV അദ്ദേഹം കേരളത്തോട് പറഞ്ഞതാണ്. ഇല്ല, പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലേ? നിങ്ങൾ കേട്ടല്ലേ? ആ PV ഞാനല്ലാന്ന് പറഞ്ഞ് കേട്ടല്ലേ? നിങ്ങൾ കാണിക്കുന്ന കൈരളിയുടെ ഒരു റിപ്പോർട്ടർ കാണിക്കുന്ന ആർജവം പിണറായി വിജയൻ കാണിക്കണ്ടേ? യു ആർ ഫൈറ്റിംഗ് ഫോർ ഹിം. അദ്ദേഹമോ അല്ലെങ്കിൽ ഈ പാർട്ടിയോ കാണിക്കണ്ടേ? അവർക്ക് ധൈര്യം ഒരു കോൺഫിഡന്റ് ആയിട്ട് ഒന്ന് പറയണം, ഞങ്ങളുടെ നേതാവല്ല, പിണറായി വിജയൻ അല്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് CPM-ന്റെ ശൈലി? ഞാൻ ചോദിക്കട്ടെ, അങ്ങ് പറഞ്ഞു ആരുന്നയിച്ചാൽ മറുപടി പറയും? അല്ല, ആരുന്നയിച്ചാൽ മറുപടി പറയും? അല്ല, അതൊന്ന് പറഞ്ഞാൽ മതി. അവരുന്നയിക്കും. മാത്യു കുള്ളനാണ് ചെറുതാണ്, ഓക്കെ ശരി, ഞാൻ വേണ്ട. ആരുന്നയി അങ്ങ് പറഞ്ഞാൽ മതി. പിണറായി PV ഞാനല്ല എന്ന് അദ്ദേഹം പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞാണ്. ഈ നിലപാടിൽ ഉറച്ചു നിൽക്കണ്ടോന്ന് ഇനി അദ്ദേഹത്തോട് ആര് ചോദിക്കണം? KPC പ്രസിഡന്റിനെ കുറിച്ച് പറയൂ. ഇഫ് യു ആർ കോൺഫിഡന്റ് KPC പ്രസിഡന്റ് ചോദിച്ചാൽ നേതാവ് നാളെ പറയുമെന്ന് പറഞ്ഞാൽ he will raise it. എടുക്കണ്ടോ ചലഞ്ച്? ഇല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം പിണറായി വിജയൻ കോടികൾ മേടിച്ചു. ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ്, എവരിബഡി ഈസ് ഹിയർ, ഐ ക്യാൻ അക്സെപ്റ്റ് യുവർ ചലഞ്ച്. ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ്, എടുക്കണ്ടോ? അല്ലല്ല, ഞാൻ ചോദിക്കും. ഇപ്പൊ ഞാൻ മാത്യു കുള്ളനാണ് മറുപടി പറയണ്ട. ഓക്കെ, ഐ എം സ്മോൾ ലിറ്റിൽ, ഓക്കെ, ഐ അഗ്രി. ഈ പറഞ്ഞ കാര്യം ആരുന്നയിച്ചാൽ അവര് മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്ന് അങ്ങയുടെ അഭിപ്രായം? അല്ല, നിങ്ങൾ മാത്യു കുള്ളനാണ് ഉന്നയിച്ചാൽ പറയണത് നിങ്ങളല്ലേ പറഞ്ഞത്? നോ, ലെറ്റ്സ് ലീവ് ഇറ്റ് ദേർ. അതിനുശേഷം ഇപ്പോ SFIOയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പുതുതായി വരുന്നത്. അത് തന്നെ റിപ്പോർട്ട് വന്നിട്ടില്ല, കോടതിയിലെ പരാമർശം മാത്രമാണ്. അത് തന്നെ അങ്ങ് ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയമാക്കാം. അതിന് എന്തിന് CPM തിരിച്ചു കൊടുക്കണമെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. അതല്ല, ഞാൻ പറയിച്ചതല്ലല്ലോ, പിണറായി വിജയൻ പറഞ്ഞതല്ലേ. PV ഞാനല്ലാന്ന് ഞാൻ പറഞ്ഞതാണോ? PV ഞാനല്ലാന്ന് പിണറായി വിജയൻ പറഞ്ഞതല്ലേ? അങ്ങ് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ചോദിച്ചു, അവരാരെയും പറഞ്ഞു ഞാൻ കുഞ്ഞാലിക്കുട്ടിയല്ലാന്ന്, വേറെ കുഞ്ഞാലിക്കുട്ടിയാന്ന് പറഞ്ഞു. അല്ല, ആ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ചോദിച്ചതിന് മുഖ്യമന്ത്രിയാണ്, കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, വ്യവസായ വകുപ്പ് മന്ത്രിയാണ്, ലീഗിന്റെ വലിയ നേതാവാണ്. അവർക്ക് പണം വാങ്ങാം. അല്ല, ഞാൻ പറയട്ടെ, അവര് നിങ്ങളെ ഫേസ് ചെയ്ത് നിങ്ങൾ അവരോട് ചോദിച്ചതിന് അവര് മറുപടി പറഞ്ഞാണ്. അല്ലാണ്ട് PV ഞാനല്ലാന്ന് പറഞ്ഞ് പോവാ, കുഞ്ഞാലിക്കുട്ടി ഞാനല്ലാന്ന് പറഞ്ഞ അദ്ദേഹം പോയോ? യു ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. ഇല്ലെന്ന് പിണറായി വിജയൻ ഞാനല്ലാന്ന് പിണറായി വിജയൻ വേറെ പിണറായി വിജയൻ ഉണ്ടോ കേരളത്തില്? അതാണ് നിങ്ങൾ യു ആർ നോട്ട് ഡൂയിങ് യുവർ ഹോംവർക്ക് പ്രോപ്പർലി. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയൂ, ഷുഡ് ഐ ഷോ ടു യു? പിണറായി വിജയൻ എന്നുള്ള പേര് കാണിച്ചനോ? യു ആർ നോട്ട് ഡൂയിങ് യുവർ ഹോംവർക്ക്. 65 പേജുള്ളൂ, നോട്ട്സ് വായിച്ചാൽ മതി. ഇല്ല, വിപക്ഷം ഈ വിഷയത്തില് കഴിഞ്ഞ നാളുകളായി ഞങ്ങൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു സാങ്കേതികത്വം കോടതിയിലെ പരാമർശമാണ് ഇപ്പോൾ ഉണ്ടായത്. ഈ ഘട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ള ഒരാൾ പ്രതികരിച്ച പോലെ അപ്പൊ അത് ടൈം ആവുന്നവർ പ്രതികരിക്കും സ്വാഭാവികമായിട്ടും, അല്ലാണ്ട് അവർ പ്രതികരിക്കായിരിക്കും തോന്നുന്നുണ്ട്. കേന്ദ്രത്തിന്റെ സമീപനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജോസഫ് വാർബറയുടെ സമീപനമാണ് കേന്ദ്രത്തിന്റെ. ടോം ആൻഡ് ജെറിയിൽ ഇങ്ങനെ തൊടലിട്ട് പിടിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംവിധായകരാണ് അവർ രണ്ടുപേരും, മോഡിയും അമിത്ഷായും. ദേ ആർ ഡൂയിങ് ദാറ്റ്. EDയും SFIOയും CBIയും ഒക്കെ അങ്ങനെയാണ്. ഇപ്പൊ പിടിക്കും തോന്നും, പക്ഷെ പിടിക്കില്ല. അപ്പൊ ജെറി ചെയ്യേണ്ടതെല്ലാം ചെയ്യും, അല്ലെങ്കിൽ ജെറിയെ രക്ഷപ്പെടുത്തുന്നതിന് ചെയ്യേണ്ടതെല്ലാം ചെയ്യും. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.
വിഷയമുണ്ടോ? പുനഃസംഘടനയൊക്കെ പാർട്ടി ഈ നടപടി അതനുസരിച്ച് മുമ്പോട്ട് പോകും. ഈ പരാമർശത്തിനെതിരെ അകത്തും പുറത്തും ന്യൂസ് ചെയ്യുന്ന വലിയ സ്ട്രൈക്കുകളാണ് എത്തിപ്പെടുന്നത്. അതിലേക്ക് പാർട്ടിയെ നയിക്കാൻ കൂടി ചുമതല അതൊക്കെ ദാറ്റ് ഈസ് ടു മച്ച്.